ഹായ്, നമസ്കാരം. എന്താണ് ലൈഫിൽ സക്സസ്? എല്ലാവരും ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സക്സസ് ആവണം. എനിക്ക് ലൈഫിൽ സക്സസ് ആവണം, കാരണം എല്ലാവരും സക്സസ് ആവുന്നുണ്ട്, ഞാൻ മാത്രം സക്സസ് ആവുന്നില്ല. എന്താണ് സക്സസ്? പൊതുവെ നമ്മുടെ ആൾക്കാർ സക്സസ് എന്നുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് ഒരുപാട് പണം കയ്യിലേക്ക് വരുമ്പോൾ അവൻ സക്സസ് ആണ്. സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന ഒരാളെ സക്സസ് ആയി എന്നാണ് പൊതുവേ പറയാറ്. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോരുത്തരെയും സക്സസ് ഡിഫറെൻ്റാണ്. ചില വ്യക്തികൾക്ക് അത് പണം കൊണ്ട് സക്സസ് ആയിരിക്കും. സാമ്പത്തികമായ രീതിയിൽ അവർ സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അവർ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവർ സക്സസ് ആണ്. എന്നാൽ മറ്റ് ചില ആൾക്കാർ ഹെൽത്ത്, ആരോഗ്യപരമായ രീതിയിൽ അവർക്ക് ഒരുപാട് നല്ല ആരോഗ്യം ഉണ്ടാവും, അസുഖങ്ങൾ വളരെ കുറവായിരിക്കും, പിന്നെ രോഗങ്ങൾ അതിനെ കൺട്രോൾ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർ ആരോഗ്യപരമായിട്ട് ഒരുപാട് സക്സസ് ആയിരിക്കും. എന്നാൽ മറ്റ് ചില കരിയർ, ജോലി സംബന്ധമായ രീതിയിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ അവർ ലക്ഷ്യത്തിലേക്ക്, അവരുടെ എയിമിലുള്ള ജോലിയിലേക്ക് അവരെത്തി, അതും ഒരു സക്സസ്സാണ്. പൊതുവേ നമ്മൾ സാമ്പത്തികമായ രീതിയിൽ മാത്രം അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഓരോ പേഴ്സണെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, വേരി ചെയ്യും. കാരണം ചില ആൾക്കാർക്ക് ഒരുപാട് സാമ്പത്തിക സ്ഥിതി വളരെ ഉയരത്തിലാണെങ്കിൽ പോലും മനസ്സമാധാനം അല്ലെങ്കിൽ മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സമാധാനം തീരെ ഉണ്ടാവില്ല. അപ്പം അവർക്ക് ആ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ലൈഫ് ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല. അപ്പം പൊതുവേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫാണ് എല്ലാവരും ആഗ്രഹിക്കുക. സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ജോലിപരമായിട്ട് സോഷ്യൽ സ്റ്റാറ്റസ്, ഇത്തരം എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിക്കുമ്പോഴാണ് അതൊരു ബാലൻസ്ഡ് ലൈഫ് അല്ലെങ്കിൽ ബാലൻസ്ഡ് സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയുക. അപ്പം എല്ലാ ഏരിയകളിലും ഒരേ രീതിയിൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് ലൈഫ് ജീവിക്കുക. അപ്പം കൂടുതലായിട്ടൊരു എല്ലാ ഏരിയകളും ആകുമ്പോൾ ഒരു ബാലൻസ്ഡ് ലൈഫായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.